സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഒരു ചെടിയിൽ കൂട് വെച്ചു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ സ്ഥിരം കാണാത്ത പക്ഷിയാണ്, അതൊരു ദേശാടന പക്ഷിയാണ്. പിന്നെ അതിൻ്റെ ഗ്രേ കളറും വൈറ്റും ആയതുകൊണ്ട് ഞാൻ അത് വിചാരിച്ച ഒരു കടൽ പക്ഷിയാണെന്ന് വിചാരിച്ചത്. ഫസ്റ്റില് നമ്മുടെ മനുഷ്യനൊരു ഷെഡ്യൂൾ ഉണ്ടല്ലോ ലൈഫിൽ, ഇതുപോലെ പക്ഷികൾക്കൊരു ഷെഡ്യൂൾ ഉണ്ട് അല്ലേ? അതിന്റെ പാക്കിംഗ് ഒക്കെ ഭയങ്കര ഇതായി കൗതുകം തോന്നി. കാരണം പേപ്പർ ഉണ്ടാക്കിയിട്ട് അത് അതിന്റെ മുകളിൽ പൊതിഞ്ഞ് സെല്ലോ ടേപ്പിൽ ചുറ്റിട്ടൊക്കെ ആയിരുന്നു അന്ന് പാക്ക് ചെയ്തിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സവിശേഷം പ്രോഗ്രാമിൽ നമുക്കേറെ സവിശേഷപ്പെട്ടൊരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്നത്. ഡോക്ടർ റിനാസ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂർക്കനാട് ഡിസ്പെൻസറിയിലെ ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടറും സ്വന്തമായിട്ട് തന്നെ ക്ലിനിക്ക് സർവീസ് ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടർ. നമ്മൾ ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇവിടെ സവിശേഷത്തിൽ പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷപ്പെട്ട ഒരു വിഷയം അന്ന് പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡോക്ടറിൽ നമുക്ക് ലഭിക്കാറുണ്ട്. കുറച്ചുകൂടി തോന്നുമ്പോൾ നമുക്ക് ഈ ഡോക്ടർ മേഖലയും പക്ഷി നിരീക്ഷണം തമ്മിൽ ഒരു പൊരുത്തമില്ലാത്തതുപോലെ പലപ്പോഴും തോന്നിയേക്കാം. പക്ഷേ അതൊരു പാഷനാക്കി എടുത്ത് ആ വിഷയത്തിൽ ഒത്തിരി വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഡോക്ടറെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ. വലൈക്കും സലാം. സാർ, നമ്മൾ പറഞ്ഞ പോലെ സാറിന് ആദ്യം ഒന്ന് വീട് എവിടെയാണ് കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഞാൻ ഡോക്ടർ മുഹമ്മദ് റിനാസ്. ഞാൻ പെരിന്തൽമണ്ണ തന്നെയാണ് സ്വദേശം. ഇവിടെ പീസ് റേഡിയോൻ്റെ അടുത്ത് തന്നെ കുറച്ച് അവിടെ തന്നെയാണല്ലേ? ഓ, വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ വൈഫും 3 കുട്ടികളും ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഡോക്ടറിൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് സർവീസിൽ വന്നിട്ട് എത്ര കാലമായി? അതായത് മൊത്തം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 14 വർഷമായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ മുർക്കനാട് ഡിസ്പെൻസറിയിലുണ്ട്, പിന്നെ സ്വന്തമായി ക്ലിനിക്കിൽ വേറെയും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? സ്വന്തം ക്ലിനിക്ക് എവിടെയാണ്? പുലാമന്തളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഈ ഒരു പക്ഷി നിരീക്ഷണം അല്ലെങ്കിൽ പ്രകൃതി നിരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ പക്ഷി നിരീക്ഷണം, സാർ എങ്ങനെ ഇതിലേക്ക് എത്തിയത്? ഇതൊരു പാഷനായിട്ട് എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്തത്? അത് ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് പൊതുവേ ഈ പ്രകൃതിയോട് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ കസിൻസും ഇവരൊക്കെ പറയും, ഉറുമ്പൊക്കെ ഇങ്ങനെ വരി കാണുമ്പോൾ തന്നെ അതിൻ്റെ പിന്നാലെ പോവുക, അതിനെ പിടിക്കുക, ചെറിയ ജീവികളെ പിടിച്ചിട്ട് അതിനെ നിരീക്ഷിക്കുക എന്നൊക്കെ ഒരു 3-4 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ പറയുന്നത് കേട്ടു. പിന്നെ ഇപ്പോൾ എനിക്ക് ഒരു 5-6 വയസ്സ് പ്രായത്തിൽ ഞാൻ ഈ ഈച്ചൻ്റെ ഒക്കെ പുഴുവില്ലേ, അപ്പം ആ ഈച്ചരൊക്കെ പുഴു അന്ന് ഈ അടുക്കളയിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തുകൂടെ ആണല്ലോ ഒലിച്ചു പോയത്. അപ്പം അതിൽ ഈച്ചയുടെ പുഴു ഒക്കെ അതായിട്ട് ഒക്കെ ഞാൻ കളിച്ചത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അത് ശരി. അപ്പോൾ കുഞ്ഞുനാളിലെ ബാല്യം എന്ന് പറയുന്നത് കൂടുതൽ ഈ നിരീക്ഷണത്തിൻ്റെ ഓർമ്മകളാണ്. അതായിരിക്കണം. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഇപ്പോൾ ഓർക്കണമെങ്കിൽ അത് നമ്മൾ താല്പര്യമുള്ളൊരു പാഷൻ ഉണ്ട് നമ്മുടെ താല്പര്യമുള്ളതായതുകൊണ്ട്. അപ്പോൾ പക്ഷെ അത് പിന്നീട് ഒരു പക്ഷി നിരീക്ഷണത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്ന് മുതലാണ്? അതങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ താഴെയാണ്. പേര് MJ അക്കാഡമി എന്നായിരുന്നു പെരുന്നോണ്ടാണ്. ഇപ്പോൾ ആ സ്കൂളില്ല. അപ്പോൾ അത് ഒരു കുന്നിൻ്റെ, അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പക്ഷികളും ഒരു മുകളിൽ കാട് പോലുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് സ്ഥിരം പല പക്ഷികളെ കാണും. അപ്പോൾ അതിനൊക്കെ നമ്മൾ നോക്കും. അന്ന് നമുക്ക് പേരറിയാനും ഇതിനൊന്നും വലിയ വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ES എന്ന് പറഞ്ഞിട്ടുള്ളൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അതിൽ ദിവസവും, അതായത് ആഴ്ചയിൽ ഒരിക്കലാണ് വരിക, വെള്ളിയാഴ്ച എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അനിമലിൻ്റെ ഫോട്ടോവും അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുമായിരുന്നു എല്ലാ ആഴ്ച. അപ്പോൾ അത് സ്ഥിരമായിട്ട് വായിക്കും. അപ്പോൾ ചിലത് ബേർഡ്സ് ഉണ്ടാവും, ചിലത് അനിമൽസ് ഉണ്ടാവും. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് എടുത്തു വെക്കും. അങ്ങനത്തെ ശീലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ കുറച്ചുകൂടി ഇതിലേക്കൊരു പഠനം എന്നതുപോലെ തുടങ്ങി. അങ്ങനെ ആ താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അതിൽ അപ്പോൾ ഈ പക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൗതുകം തോന്നിയ നമ്മളെ ചുറ്റുഭാഗത്തുള്ള പക്ഷികളാണല്ലോ, വിദേശ പക്ഷികളല്ല അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തെ പക്ഷികളല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന പക്ഷികൾ, അതിലേത് പക്ഷിയായിരിക്കും ആദ്യം കുറച്ചുകൂടി കൗതുകത്തോടു കൂടി നിരീക്ഷിച്ച്? അത് നമ്മൾ സാധാരണ കാണുന്ന പക്ഷികളൊക്കെ ചെറുപ്പം മുതലേ കാണുന്നതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വലിയ കൗതുകമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ 8 പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഒരു വെള്ളിയേറിയൻ, അതായത് നമ്മളെ ബ്ലാക്ക് ഷോൾഡർ കൈറ്റ് എന്ന് പറയും. അപ്പോൾ അത്
എൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഒരു ചെടിയിൽ കൂട് വെച്ചു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ സ്ഥിരം കാണാത്ത പക്ഷിയാണ്, അതൊരു ദേശാടന പക്ഷിയാണ്. പിന്നെ അതിൻ്റെ ഗ്രേ കളറും വൈറ്റും ആയതുകൊണ്ട് ഞാൻ അത് വിചാരിച്ച ഒരു കടൽ പക്ഷിയാണെന്നാണ് വിചാരിച്ചത് ഫസ്റ്റില്. കാരണം ആ പക്ഷിന്റെ പേരെന്താ പറയുന്നത്? വെള്ളിയേറിയൻ എന്ന് പറയും. വെള്ളിയേറിയൻ അങ്ങനെയാണോ നാട്ടുഭാഷ? മലയാള ഭാഷ അതാ വെള്ളിയേറിയൻ, അല്ലെങ്കിൽ ബ്ലാക്ക് ഷോൾഡർ കൈറ്റ്. അപ്പോൾ അതിന് ഞാൻ അന്ന് ഒരു കടൽ പക്ഷിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം ആ കളറിലുള്ള കോമ്പിനേഷനിൽ നമ്മൾ കടൽ കാക്കകളെയാണ് അന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ പിക്ചറുകൾ അന്ന് എസ്സിലും ഇതിലൊക്കെ വന്നിട്ടുള്ള നോളേജ് അന്നുള്ളൂ. അപ്പോൾ അത് പിൽക്കാലത്ത് ഞാൻ ഈ കോളേജ് സമയത്താണ് ഈ ബുക്സൊക്കെ വായിച്ചിട്ട് പക്ഷികളെ പറ്റി കൂടുതൽ പഠിക്കണത്. അപ്പം ആ സമയത്ത് അന്നത്തെ ഓർമ്മ വെച്ചിട്ട് നോക്കുമ്പോഴാണ് ഇത് വെള്ളിയേറിയാണെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ അത് കണ്ടിട്ടൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് അത് വെള്ളിയേറിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. എന്ത് ശരിക്കും ആ പക്ഷിന്റെ പ്രത്യേകത എന്താ? ആ പക്ഷി പറഞ്ഞാൽ ഒരു പരുന്ത് വർഗത്തിൽപ്പെട്ട സാധനമാണ്, പക്ഷിയാണ്. അപ്പം അതിന് വായു അങ്ങനെ പേരുണ്ടോ? അല്ല, അത് ശിക്ര എന്ന് പറയും. ഇത് വായുവിൽ ഇങ്ങനെ നിൽക്കാൻ കഴിവുള്ള പക്ഷിയാണ്. സ്റ്റില്ലായിട്ട് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് പക്ഷികളൊക്കെ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കെസ്ട്രൽ എന്ന് പറയും പറയുന്ന പക്ഷികൾ, അതേപോലെ വെള്ളിയേറിയന്, അതേപോലെ ഓസ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരുന്തുണ്ട്. പിന്നെ നമ്മുടെ കിങ്ഫിഷറുകൾ, അതിനൊക്കെയാണ് അങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. തേൻകുരുവികളൊക്കെ തേൻകുരുവികളും നിൽക്കും ചിറകടിച്ചിട്ട്. ഇതിന് ചിറകടിക്കാതെ നിൽക്കാൻ കഴിയും ഈ പരുന്തുകൾക്ക്. അതാ അവരെ കാറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് അവർ ഇതാക്കുക. ഒരു കുന്നിൻ്റെ ചെരുവിൽ ഇങ്ങനെ കാറ്റ് പൊന്തുന്ന ഭാഗത്താണ് അതിൻ്റെ നോർമൽ ഹാബിറ്റേറ്റായിട്ട് വരിക. സ്കൂൾ പഠനത്തിന് ശേഷം ഇങ്ങനെ കണ്ട് പിന്നെ കോളേജ് പഠന കാലമാകുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കോളേജിൽ എത്തിയ സമയത്ത് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക എല്ലാ വർഷവും നമ്മുടെ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് നമ്മൾ വൈൽഡ് ലൈഫ് വീക്കായിട്ട് ആചരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ക്യുസ് ഉണ്ടാവും. ക്യുസ്സല്ല, പല പരിപാടികളുണ്ട്. പോസ്റ്റർ ഡിസൈനിങ് ആയിട്ടും പെയിൻറ്റിങ്, അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. അതിലൊരു പ്രോഗ്രാമാണ് ക്യുസ്. അപ്പോൾ നമ്മളെ കോളേജിൽ സ്ഥിരമായിട്ട് അതിനൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറിയ സമയത്ത് അതിൽ ടീമിൽ 2 പേരുള്ളത്, ഒരാൾ ഹൗസ് സർജനായിരുന്നു, പിന്നെ ഒരാൾ ഫൈനൽ ഇയറും. അപ്പോൾ ഞാൻ കയറി പിറ്റത്തെ വർഷം ഈ ഹൗസ് സർജൻ പോയി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്ക് ആ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനതിൽ ആ ടീം കയറി. അപ്പോൾ ഞാനും ഫൈനൽ ഇയർ ആയിരുന്ന അവർ ഹൗസ് സർജനായി, ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അതായത് 1.5 വർഷമാണ് നമ്മൾ ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 1 ഇയർ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞങ്ങൾ കയറി. അപ്പം അങ്ങനെ ക്യൂസിന് പോയി. ആദ്യത്തെ വർഷം പോയി നമുക്ക് സെക്കൻഡ് കിട്ടി. പിന്നത്തെ വർഷം പോയപ്പോൾ ഫസ്റ്റ് കിട്ടി ഡിസ്ട്രിക്ട് ലെവലിൽ. പിന്നെ അത് എൻ്റെ സ്റ്റേറ്റ് ലെവലിൽ പോയി, സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡും കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് പാരമ്പര്യമായിട്ട് കോളേജിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നൊരു ബുക്കുണ്ട്, പല ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ സ്ഥിരം വരുന്നതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് നോക്കി പഠിച്ചു. അപ്പോൾ അങ്ങനെ ക്യുസിന് പോയപ്പോഴാണ് ഇങ്ങനത്തെ ആളുകളായിട്ട് പരിചയം വന്നത്. കണക്ഷൻ കിട്ടിയത്. കാരണം അവിടെ ക്യുസ് നടത്തുന്ന ഒരു MNHS എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കീഴിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഇതിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അതിന് പറ്റിയ ബുക്സ്, അതിന് ബൈനോക്കുലർ അവിടെ നിന്ന് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇങ്ങനെ ബേർഡ് സർവേകൾ നടത്താറുണ്ട്, അങ്ങനത്തെയൊക്കെ അറിഞ്ഞു. എല്ലാ വർഷവും മാർച്ച് മാസം 2ാമത്തെ ശനിയാഴ്ച, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അന്ന് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ സ്ഥിരമായിട്ട് സർവേ, അതിപ്പോഴും തുടരുന്നുണ്ട്. വൈൽഡ് ലൈഫ് സർവേ, ബേർഡ് സർവേ ഉണ്ടാവും. അതിന് സ്റ്റുഡൻസിന് പങ്കെടുക്കാൻ പറ്റും, ആർക്കും താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അതിൽ നമ്മൾ പോയി ഫസ്റ്റ് ബേർഡ് സർവേക്ക് പോകുന്നത് ആറിലാണ്. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ട്, അവരെ കൂടെ പോവുക, അവർ പറയുന്നത് നമ്മൾ എഴുതിയെടുക്കുക. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ പേരുകൾ പഠിക്കുന്നത്. അത് കാണും, അവർ പറയുന്നതനുസരിച്ചിട്ട് 8 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 8 മണിക്ക് കണ്ട പക്ഷികൾ, 8:05 കണ്ട പക്ഷികൾ, അങ്ങനെ 2 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ അങ്ങോട്ട് നടക്കും. ആ നടക്കുന്ന സമയത്ത് കാണുന്ന പക്ഷികളൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഓരോ ടൈം വെച്ചിട്ട് എത്രണ്ണം, ചിലത് സൗണ്ട് കേട്ടിട്ടായിരിക്കും, അന്ന് നമുക്ക് സൗണ്ടൊന്നും വല്ലാതെ അറിയില്ല.
അപ്പോൾ അങ്ങനെ എഴുതിയ നോട്ട്സ് വെച്ചിട്ടാണ് പിന്നെ അതിനെ പറ്റിയിട്ട് സർവേ കഴിഞ്ഞ് വന്നപ്പോൾ ആ പക്ഷികളെ പറ്റി കൂടുതൽ പഠിച്ചു. അല്ല, ഇപ്പോൾ സാർ പറഞ്ഞാലേ ഈ ടൈം വെച്ച് പറഞ്ഞാൽ ഈ ടൈം ഓരോ സമയത്തിനനുസരിച്ച് കിളികളുടെ അങ്ങനെ നിരീക്ഷിക്കാൻ അല്ല, നമ്മൾ സർവേ 1 hourൽ 2 കിലോമീറ്റർ നടന്നിട്ടുള്ള ഒരു സർവേ ആണ്. അത് ട്രാൻസെക്ട് സർവേ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 1 hourൽ നമ്മൾ ആ 2 കിലോമീറ്റർ നടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന പക്ഷികളെയാണ് നമ്മൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ടൈം വെച്ചിട്ട് തന്നെ, അപ്പോൾ എണ്ണം എത്ര എണ്ണം കണ്ടു, അങ്ങനത്തെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരി. അപ്പോൾ എനിക്ക് അനുബന്ധമായി ചോദിക്കാൻ തോന്നിച്ചാൽ നമ്മളെ മനുഷ്യനൊരു ഷെഡ്യൂൾ ഉണ്ടല്ലോ ലൈഫിന്, ഇതുപോലെ പക്ഷികൾക്കൊരു ഷെഡ്യൂൾ ഉണ്ട് അല്ലേ? പക്ഷികൾ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗും ലേറ്റ് ഈവനിങ്ങുമാണ് ശരി വരിക. അപ്പോൾ അതിൽ ഏർലി മോർണിംഗിൽ പിന്നെ അതേപോലെ തന്നെ ചില ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പക്ഷി, അതായത് പക്ഷികൾ പൊതുവെ ഭക്ഷണം കഴിക്കുക, അതായത് ഫ്രൂട്ട്സ് കഴിക്കുന്ന പക്ഷികൾ ഫ്യൂജിവോറസ് എന്ന് പറയും. അതേപോലെ ധാന്യങ്ങൾ കഴിക്കുന്ന ഗ്രൈനിവോറസ്, അതേപോലെ ഇൻസെക്ടിവോറസ്, അങ്ങനെ പല തരത്തിലുള്ള ഭക്ഷണ രീതിക്കനുസരിച്ച് പല പക്ഷികളുണ്ട്. അപ്പോൾ അതിൽ ചില ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പക്ഷികൾ ചില മരങ്ങളുടെയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ പാറ്റ പൊടിയുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസെക്ട്സ് കൂടുതലെടുത്ത് ഒരു ഗ്രൂപ്പാവും, പല പക്ഷികളുടെ ഗ്രൂപ്പ് ഉണ്ടാവും. അതിലിപ്പോൾ നമ്മളെ നാട്ടിൽ കാണുന്ന ഡ്രോങ്കോസും അല്ല, നമ്മളെ ആനറാഞ്ചി എന്നൊക്കെ പറയുന്ന, അതേപോലെ തന്നെ കാടുമുഴക്കി എന്നൊക്കെ പറയുന്ന ലളിതക്കാക്ക എന്നൊക്കെ പലതരം ഡ്രോങ്കോസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡ്രോങ്കോസ്, അതേപോലെ തന്നെ മരംകൊത്തികൾ, അതേപോലെ തന്നെ നമ്മളെ ടീപ്പൈ, അതായത് ഓലോഞ്ഞാലി, അങ്ങനത്തെ പല പക്ഷികൾ, അതായത് നമ്മളെ ഈ മൊണാർക്ക് ഫ്ലൈ കാറ്റ്സ് എന്നൊക്കെ പറയും, അതേപോലെ നാഗമോഹൻ എന്ന് പറയുന്ന പാരഡൈസ് ഫ്ലൈ കാറ്റ്സ്, അങ്ങനെ പല സാധനങ്ങളൊപ്പം കരഞ്ഞും കൊണ്ട് ഭയങ്കര ഒച്ചപ്പാടും ഉണ്ടാവും. അവിടെ കുറേ തരം പക്ഷികളെയും കാണും. അങ്ങനത്തെ ഒരു സോഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ അത്രയും ഇൻസെക്ട്സ് ഉണ്ടാവും അവിടെ. അപ്പോഴാണ് അത് വരിക. അതിൻ്റെ ഇടയിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെ ഉണ്ടാവും. ശരി. അപ്പോൾ അതൊന്ന്. എന്നാൽ അതല്ലാതെ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ ഒരു ലൈഫ് അല്ലാതെ പോകുന്ന കിളികൾ വേറെ ഉണ്ടാവും. ഒറ്റയ്ക്ക് നടക്കുന്ന കിളികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ചെമ്പോത്ത് പൊതുവെ ഒറ്റൊന്ന് കാണുക. അതേപോലെ ഗ്രൂപ്പായിട്ട് 2 എണ്ണം പെയറായിട്ട് മാത്രം പോകുന്ന സോഷ്യലായിട്ടുള്ള സാധനമാണ്. അതേപോലെ നമ്മുടെ ബാബ്ലേഴ്സ്, നമ്മളെ കരിയിലക്കിളി, പൂത്താങ്കിരി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ സോഷ്യലായിട്ട്. അതൊക്കെ ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവരും തീറ്റ കൊടുക്കും. അമ്മ പക്ഷി മാത്രമല്ല തീറ്റ കൊടുക്കും. ശരി. അതായത് പരസ്പരം അതായത് ഫ്ലഡ്ജ്ലിംഗ് എന്ന് പറയും. അതായത് നമ്മളെ ഇതിന്ന് കൂട്ടുന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയ പക്ഷി കുട്ടികളുണ്ടാവും. ജസ്റ്റ് പറക്കാനായിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ എല്ലാവരും മാറി മാറി തീറ്റ കൊടുക്കും. അതിൽ ചില കുയിലുകൾ മുട്ടടും. ഈ കുയിലിൻ്റെ കുട്ടികളും ഉണ്ടാവും. ഈ ചെതൽക്കാടിൻ്റെ ഇതിലേക്ക് പോയി മുട്ടിടുവോ? ഒരു തരം നീല മുട്ടയല്ലേ അതിൻ്റെ? അല്ലേ? നീല മുട്ട. അപ്പോൾ അതിൽ ഈ കുയിൽ, അപ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കുയിലിൻ്റെ മുട്ട നീലയാണോ? അതല്ല, അത് പലതരം കുയിലുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാ കാക്കക്കുയിൽ എന്നൊക്കെ പറയുന്ന ഏഷ്യൻ കോയിലുണ്ട്. അപ്പം അതാണ് കാക്കയുടെ കൂട്ടിൽ കാര്യമായിട്ട് മുട്ടയിടുക. നമ്മളെവിടെയുള്ള പേക്കുയിലില്ലേ, ആ പേക്കുയിലൊക്കെ അധികം ഈ ബാബ്ലേഴ്സിൻ്റെ ഒക്കെ ഇതിലാണ് ഉണ്ടാവുക. ബാബ്ലേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെതൽക്കാടനെയല്ലേ സാർ? ആ പേര് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല പലപ്പോഴും. സാധാരണ പൂതാങ്കിരി അല്ലെങ്കിൽ കരിയിലക്കിളി എന്നൊക്കെ രണ്ട് തരം പക്ഷികളാണ്. ഏത്? പൂത്താങ്കിരി, കരിയിലക്കിളി. ചെറിയ ഒന്ന് ജംഗിൾ ബാബ്ലറാണ്, ഒന്ന് യെല്ലോ. വ്യത്യാസമുണ്ട് അല്ലേ? അത് രണ്ടും നമ്മൾ ഒപ്പം ചിലപ്പോൾ കാണും. അപ്പോൾ ഒന്നിൻ്റെ കൊക്ക് നല്ല മഞ്ഞ കളറും തലൻ്റെ അവിടെ ലൈറ്റ് കളറും ഉണ്ടാവും, മറ്റേത് ആ ഒരു കളറല്ല ഉള്ളത്. അപ്പോൾ അതിൽ മുട്ട ഇട്ടിട്ട് ഈ കോയലിൻ്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടും. എന്നിട്ട് പാർന്ന് വരെ ഈ കുയിലുകളൊക്കെ മുട്ട വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വിരിയും കുയിലിൻ്റെ മുട്ട. പിന്നെ ബാക്കി മുട്ടനൊക്കെ നിലത്തിടും. എന്നിട്ട് ഇത് ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. 3 മുട്ട ഇട്ടുണ്ടെങ്കിൽ ബാക്കി 2 മുട്ടനെ അത് ആദ്യം വിരിഞ്ഞത് മറ്റേ തട്ടിയിടും. എന്നിട്ട് ആ ഒറ്റ മുട്ട എല്ലാ ഫുഡും കഴിച്ച് ഈ അമ്മ പക്ഷിനെക്കാട്ടും വലുതായിരിക്കും കുട്ടി. എന്നാലും അല്ല, അപ്പോൾ ഇവര് ഈ കിളികൾക്ക് ഇത് മനസ്സിലാവാൻ പറ്റില്ല ഇതെങ്ങനെ ഇടുന്നത്. അതിൻ്റെ ഇത് കാണുന്ന സമയത്ത് ഇടുണ്ടാവുക. അത് അങ്ങനെ ഒരു മനസ്സിലാക്കാനുള്ള കഴിവ് അതിനില്ലാ തോന്നുന്നു. ശരി. അപ്പോൾ അതോടുകൂടി അതിൻ്റെ സ്വന്തം വർഗത്തെ പ്രജനനം നടത്തുന്നതിൻ്റെ അവിടെ നിന്ന് പോകും അല്ലേ?
ഈ ശരിക്കും കുയിലിനെ എന്താണ് സ്വന്തം അടയിട്ട് അങ്ങനെ ഒരു ശേഷി പടച്ചം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കുയിലിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെമ്പോത്ത് ശരിക്കും കുയിലിൻ്റെ വർഗ്ഗമാണ്. പക്ഷെ ചെമ്പോത്ത് കൂടുണ്ടാക്കും. അതല്ലാത്ത കുയിൽ വർഗ്ഗമൊക്കെ ഏറെക്കുറെ നമ്മുടെ നാട്ടിലൊക്കെ മറ്റുള്ള ഇതിൽ ബ്രൂഡ് പാരസൈറ്റ് എന്നാണ് നമ്മൾ പറയാം. അതായത് മറ്റ് പക്ഷികളുടെ കൂട്ടിൽ മുട്ടിട്ടിട്ടാണ് അങ്ങനെ വളർത്തുക അല്ലേ. ഓക്കെ, ഭയങ്കര കൗതുകകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ എനിക്ക് സാറിന് പിന്നെ നേരത്തെ നമ്മൾ ക്യൂസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ എന്തൊക്കെയോ കുറച്ച് സമ്മാനങ്ങളൊക്കെ ലഭിച്ചല്ലോ. അപ്പോൾ അതിൽ ആദ്യം ആ സമ്മാന തുകയുണ്ടാണോ ഈ പക്ഷിയെ കൂടുതൽ മനസ്സിലാക്കല ബൈനോക്കുലർ വാങ്ങിയത്? അതെ, അങ്ങനെ നമ്മൾ അന്ന് ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു 5000 രൂപയാണ് സമ്മാനം ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാളുണ്ടാകുമ്പോൾ 2500 ഇതാക്കി. അങ്ങനെ പിന്നെ സ്റ്റേറ്റ് പോയപ്പോഴും നമുക്ക് സെക്കൻഡ് കിട്ടി. അതിന് 10000 രൂപയൊക്കെ കിട്ടി തോന്നുന്നു. അപ്പോൾ അത് 5000 രൂപയും കിട്ടി. ഈ സ്റ്റേറ്റിന് പോകുമ്പോൾ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ഫോറസ്റ്റിലെ താമസം ഒക്കെ കിട്ടും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് വക അങ്ങോട്ട് പോകാനുള്ള ചിലവ്, ഇങ്ങോട്ട് വരാനുള്ള ചിലവ് കിട്ടും. അന്ന് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തായിരുന്നു സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ ആ പൈസ വെച്ചിട്ട് നമുക്ക് ബൈനോക്കുലർ വാങ്ങണം. അപ്പോൾ ഞാൻ കോഴിക്കോടൊക്കെ അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഇത് കിട്ടില്ല. കാരണം പഴയ ഇത്, അതേപോലെ നമുക്ക് ചില സ്പെസിഫിക്കേഷൻ ഉണ്ട്. നമുക്കൊരു ബേർഡ് വാച്ചിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ 8H40 അല്ലെങ്കിൽ 8H42 എന്നൊക്കെയുള്ള സ്പെസിഫിക്കേഷൻ ഉള്ളതാണ്. അത് 8 ഇരട്ടി അടുത്ത് കാണും. അതിലും കൂടുതലാകുമ്പോൾ നമ്മൾ ഹാൻഡ് ഷേക്ക് വരും. അപ്പോൾ നമുക്ക് ക്ലിയറായി കാണാൻ പറ്റില്ല. അപ്പോൾ അത് തപ്പി നോക്കുമ്പോൾ കിട്ടാനില്ല. അപ്പോൾ കുറേ അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂർ കിട്ടും, പക്ഷെ നമ്മളെ നാട്ടിലൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങാനുള്ള വകുപ്പൊന്നും ആരും അവിടെ അറിയുന്ന പരിചയക്കാരൊന്നുമില്ല. ഞാൻ ഓൺലൈനിൽ നോക്കി. അന്ന് ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഇങ്ങനെ നോക്കിയ സമയത്ത് ഇന്ത്യ ടുഡേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഇപ്പം ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ അതിൽ കണ്ടു. അപ്പോൾ അതിൽ അന്ന് ഫസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അന്ന് അതിൽ ഓർഡർ ചെയ്തു. അപ്പോൾ വരൂലേ എന്നൊന്നും അറിയില്ല. പൈസ എത്രയായിരുന്നു? അതിന് 4500 അങ്ങനെ എന്തോ. അപ്പോൾ അത് കൊടുത്തു. അതിന് സാധനം വന്നു. അന്ന് പാക്കിംഗ് 2 ആഴ്ച തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എത്രയിലായിരിക്കും? എത്ര വർഷം? 2010 ആയിരിക്കും. 2010. 2010 2009 10 അതിലായിരിക്കും. അപ്പോൾ അന്ന് അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഭയങ്കര ഇതായി കൗതുകം തോന്നി. കാരണം പേപ്പർ ഉണ്ടാക്കിയിട്ട് അത് അതിൻ്റെ മുകളിൽ പൊതിഞ്ഞ് സെല്ലോ ടേപ്പ് ചുറ്റിയിട്ടൊക്കെ ആയിരുന്നു അന്ന് പാക്ക് ചെയ്തിരുന്നത്. ഡാമേജ് വരായിരിക്കും. കാരണം ഇന്നിപ്പോൾ നമുക്ക് ഇതൊന്നും അന്നില്ല തോന്നുന്നു, ബബിൾ റാപ്പൊന്നും. അപ്പോൾ അങ്ങനെ സാധനം വന്നു, ഒരു കേടുമില്ലാതെ കിട്ടി. അപ്പോൾ അങ്ങനെ പിന്നെ ബുക്ക് വാങ്ങണം. ബുക്കും അതുപോലെ തന്നെ അവിടെയുള്ള ബുക്ക് സ്റ്റാളിലൊക്കെ, കോഴിക്കോടായതുകൊണ്ട് കോഴിക്കോട് പല ബുക്ക് സ്റ്റാളിലും തപ്പി. അപ്പോൾ അങ്ങനെ അത് കിട്ടിയില്ല. അതും അതുപോലെ ഓൺലൈനായിട്ട് ആണ് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങൾ, കാരണം ഒത്തിരി വിശേഷങ്ങൾ സവിശേഷത്തിൽ നമുക്ക് പങ്കുവെക്കാവുന്ന, കുറച്ചുകൂടി നമ്മളെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് വിവരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കിട്ടിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ സാറിൻ്റെ സംസാരങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു സവിശേഷത്തിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നമ്മൾ സംസാരിച്ച സാർക്ക് പീസ് റേഡിയോ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.